പ്രിയപ്പെട്ടവരെ, ചില നിരാശകളും കഷ്ടകാലങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം നേരിട്ട് നിർത്തലാക്കിയാൽ മാത്രമേ അത് നമ്മുടെ ലൈഫിൽ അവസാനിക്കത്തുള്ളൂ. ഒത്തിരി അനുഭവിച്ച് തളർന്ന നമ്മുടെ ജീവിതത്തിൽ ആശ്വസിക്കുവാനൊരു സമയം ദൈവം ഒരുക്കുന്നുണ്ട്. നിങ്ങൾ വിഷമിക്കരുതേ. നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാനും നിങ്ങൾക്ക് തന്നെ ആശ്വാസം പ്രാപിപ്പാനും ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു വിശിഷ്ട സമയത്തിലേക്കാണ് പരിശുദ്ധാത്മാവ് നമ്മെ എത്തിച്ചിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും കർത്താവ് ഒരുക്കുന്ന അത്ഭുതകരമായ ഈ വലിയ വിടുതലിലേക്ക്, ഇന്ന് ദൈവം നമ്മളോട് പറയുന്ന തൻ്റെ സ്നേഹനിർഭരമായ അത്ഭുത വാക്കുകളിലേക്ക്, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് രക്ഷകനും കർത്താവുമായ യേശുവിൻ്റെ ഉന്നത നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹവന്ദനം. ബൈബിൾ പല ആവർത്തി ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ചില വചനങ്ങളുണ്ട്. ചിലപ്പോൾ അതൊരു വാക്കായിരിക്കും, അല്ലെങ്കിൽ ഒരു വരിയായിരിക്കും. അത് നമ്മുടെ ഹൃദയത്തെ കയറി തൊട്ടാൽ പിന്നെ ആ വചനത്തിൻ്റെ വെളിപ്പെടലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പല അവസരങ്ങളിലും ദൈവവചനം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിലിങ്ങനെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടൊരു വചനം വെളിപ്പെടും. ആ വചനം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്കായിട്ട് അരികിലെത്തുന്ന വ്യക്തികൾക്ക് വേണ്ടി ആ വചനത്തെ ഉരുവിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ജീവിതം ബാധിക്കപ്പെട്ട് കിടക്കുന്ന വലിയ വിഷയങ്ങൾക്ക്, അവരുടെ ലൈഫിനെ ഗ്രന്ഥിച്ചിരിക്കുന്ന വിവിധ വിഷയങ്ങൾക്ക് ആ തിരുവചനം നിമിത്തം അത്ഭുതകരമായ വിടുതലുണ്ടാകുന്നതിന് ഞാൻ സാക്ഷിയായിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്ന സമയത്ത് അത്തരത്തിൽ ഒരു വരിയാണ് എൻ്റെ കണ്ണിൽ തിളക്കമാർന്ന നിലയിൽ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നത്. ആ വചനം ഞാൻ പറയല്ല, ആ വചനം കൊണ്ട് അല്പനേരം ഞാൻ നിങ്ങളെ ഒന്ന് ശുശ്രൂഷിക്കട്ടെ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യും. വിശുദ്ധ ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 14-ാം വചനത്തിലെ ഒരു വരി മാത്രം: ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. നീ മറ്റൊരിടത്ത് അടിമയായി കിടക്കുന്ന നിന്റെ ജീവിതത്തിൻ്റെ ഗതികേടിനെ ഞാൻ മാറ്റുമെന്ന്, ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരുമെന്ന്, നിന്നെ ഭരിച്ചു മുടിച്ച് നിന്നെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മേധാവിത്വത്തിൻ്റെ കീഴിൽ നിന്ന് നിന്നെ ഞാൻ സ്വതന്ത്രനാക്കി തീർക്കുമെന്ന് കർത്താവ് ശക്തമായി സംസാരിക്കുന്നു. അനേകം വിഷയങ്ങളിൽ അടിമപ്പെട്ട് കിടക്കുന്ന നിരവധി മനുഷ്യർക്കും കുടുംബങ്ങൾക്കും ഈ തിരുവചനം ഇന്നൊരു വിടുതലായി തീരാൻ പോവാണ്. ഒന്ന് ഞാൻ പറയാം, വർഷങ്ങൾ കൊണ്ട് നിങ്ങളെ അലട്ടുന്ന, നിങ്ങളുടെ കുടുംബത്തിന് തല ഉയർത്താൻ കഴിയാതെ വണ്ണം അതിൻ്റെ സന്തോഷങ്ങളെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ചില വല്ലാത്ത ഒഴിയാബാധകൾ പോലുള്ള വിഷയങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്താൽ തകർത്ത് കളയാൻ പോകുകയാണ്. എൻ്റെ കുടുംബത്തിന് എന്നൊരു വിടുതൽ കിട്ടുമെന്നുള്ളതായി നിങ്ങളുടെ ചോദ്യത്തിന് ഇന്ന് പരിശുദ്ധാത്മാവ് മറുപടി പണിത് നിങ്ങളുടെ കൺമുമ്പിൽ കാണിക്കുന്ന ഒരു ദിവസമാണ്. എന്നോട് ഈ തിരുവെഴുത്ത് ഞാൻ ധ്യാനിച്ചു പ്രാർത്ഥിക്കുന്ന വേളയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപാട് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ജനനിബിഡമായൊരു നഗരം എന്നെ കാണിച്ചു. ഈ മനുഷ്യരെ നോക്കുവാൻ പറഞ്ഞു. പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ കാണിച്ച ദൈവിക വെളിപ്പാടിലേക്ക് ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന മനുഷ്യരുടെ എല്ലാം തോളിലും കൈകളിലുമൊക്കെ ബാഗുകളും കവറുകളും എല്ലാം ഉണ്ട്. അതിലെല്ലാം പണവുമുണ്ട്. പണവുമായി പോകുന്ന മനുഷ്യരുടെ എല്ലാം ശരീരം നന്നേ വേർതിരിക്കുന്നു. അവരുടെ എല്ലാ മുഖത്ത് നിരാശയും ക്ഷീണവുമാണ് ഞാൻ കണ്ടത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്താണ് കർത്താവേ, ഇവരുടെ അധ്വാന ഫലം ഇവരുടെ കരങ്ങളിൽ ഉണ്ടായിട്ടും ഈ മനുഷ്യരിങ്ങനെ കിതപ്പ് വിട്ടുമാറാത്തവരായി, തളർച്ച ഒഴിയാത്തവരായി, ക്ഷീണം മാറാത്തവരായി, വേദനയോടും നൊമ്പരങ്ങളോടും നിരാശയോടും കൂടി ഇങ്ങനെ ഈ ജീവിതത്തിൻ്റെ നഗരമണ്ഡലങ്ങളിൽ ഇങ്ങനെ ഓടുന്നതെന്താണ്? യേശുവിനോട് പറഞ്ഞൊരു ഉത്തരം ഇന്ന് അനേകരുടെ ജീവിതത്തിൻ്റെ വിഷയമാണ്. കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് പണം സമ്പാദിക്കുമ്പോഴും ലഭിക്കുന്ന നന്മയ്ക്ക് അനുസൃതമായി ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ ഇന്നും അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് കർത്താവിനോട് പറഞ്ഞു.
പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മേന്മയുള്ളൊരു ജോലിയുണ്ട്, നിങ്ങളുടെ കയ്യിൽ ഒരു വരുമാനവുമുണ്ട്, അത്യാവശ്യം തരക്കേടില്ലാത്തൊരു പശ്ചാത്തലം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കാം. പക്ഷെ എന്നാൽ സകലവിധമായ സംവിധാനങ്ങൾ ഒരു വഴിക്ക് ജീവിതത്തിൽ കയറി വരുമ്പോഴും ജീവിതത്തിൻ്റെ സന്തോഷം ആസ്വദിക്കാൻ കഴിയാതെ വല്ലാത്ത നിരാശബാധിതരായി മടുപ്പ് ബാധിക്കപ്പെട്ടൊരു ഹൃദയവുമായി ആരോടും പങ്കുവെക്കാൻ കഴിയാത്ത ചില ഹൃദയ വികാരങ്ങളെ ചുമന്നുകൊണ്ട് ഒന്നിലും ആനന്ദം കണ്ടെത്താനാകാതെ നിങ്ങൾ നലയുകയല്ലേ? യേശു പറയുന്നു, എനിക്ക് നിന്നോടുകൂടെ അല്പനേരം ഇരിക്കാൻ താല്പര്യമുണ്ടെന്ന്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കുറച്ചു നേരം എൻ്റെ കൈകളിൽ നിന്നെ ഒന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് കുഞ്ഞെ ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ആസ്വാദ്യകരമല്ലാത്ത നമ്മുടെ ജീവിതത്തെ ആനന്ദകരമാക്കി തീർക്കാൻ, അതിന് മനോഹാരിത നൽകുവാൻ യേശുവിനെ കൊണ്ട് കഴിയും. എത്ര കഷ്ടപ്പാടിനപ്പുറത്തും പ്രയത്നഫലങ്ങൾ ലഭിച്ചിട്ടും സംതൃപ്തി പ്രാപിപ്പാൻ കഴിയാതെ പോകുന്ന നമ്മുടെ മനുഷ്യാത്മാക്കൾക്ക് നിത്യമായ ആനന്ദവും ആശ്വാസവും ലഭിക്കണമെങ്കിൽ ആത്മാക്കളുടെ ഉടയവന്റെ കരസ്പർശം നമ്മുടെ മേൽ വന്നേ മതിയാകുകയുള്ളൂ. യേശു നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഉപേക്ഷിക്കാനും തള്ളിക്കളയാനും അനേകർ തയ്യാറാകുമ്പോൾ ചേർത്ത് പിടിക്കാൻ, നിങ്ങളുടെ ആകുലതകളുടെയും നൊമ്പരങ്ങളുടെയും മധ്യേ നിങ്ങളെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കാനുള്ള വിശാലമായൊരു ഹൃദയാവസ്ഥ യേശുവിനുണ്ടെന്ന് ഇന്ന് രാവിലെ കർത്താവ് വ്യക്തമാക്കുകയാണ്. എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ട്, എനിക്ക് നിന്നോട് നിന്നെക്കുറിച്ച് പറയണമെന്നുണ്ട്. നിന്റെ സങ്കടങ്ങളെ ഒന്ന് നീ എന്നോട് ഷെയർ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അല്പം കൂടെ ആഴമേറിയൊരു ബന്ധം നീ എന്നോടുകൂടെ ആരംഭിക്കണമെന്ന് ഞാൻ നിന്നെക്കുറിച്ച് കൊതിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന വാക്കുകൾ അതുപോലെ തന്നെ ഞാനങ്ങ് കേട്ട് പറയാ കേട്ടോ. സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന വാക്കുകളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനതീതമായി ഈ തത്സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ കേൾക്കുന്ന അനേകരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വാക്കാണ് ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് നിന്റെ ഹൃദയാവസ്ഥയെ നന്നാക്കാൻ താല്പര്യമുണ്ട്. താറുമാറായ നിന്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെ ഒരു പ്രാവശ്യം കൂടെ നേർരേഖയിലാക്കി അതിന് ചിറകുകൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ കൈകളിലേക്ക് അല്പം കൂടെ ആർദ്രമായി നീ നിന്നെ സമർപ്പിച്ചു തന്നാൽ ഞാൻ നിന്റെ ജീവിതത്തെ മേന്മയുള്ളതാക്കി മാറ്റാൻ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയും. ഞാൻ യേശു ആകുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നിലേക്ക് നോക്കുക, പ്രതീക്ഷയോടെ നോക്കുക. നിനക്കിന്ന് വരെ കാണാൻ കഴിയാത്ത ജീവിതത്തിൻ്റെ പുതിയ മാനങ്ങൾ ഞാൻ നിനക്ക് കാണിച്ചു തരും. വെറുക്കപ്പെട്ടതെന്ന് നീ ചിന്തിക്കുന്ന നിന്റെ ജന്മത്തെ ഞാൻ ഏറെ സ്നേഹിക്കുന്നുണ്ടെന്ന് യേശു പറയുന്നു. ആർക്കും വേണ്ടെന്ന് നിങ്ങൾ കരുതുന്ന നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിലെ നിങ്ങളുടെ ജീവിതത്തെ ഏറ്റവും ശ്രേഷ്ഠമായി തൻ്റെ കരങ്ങളിൽ ഏറ്റെടുക്കാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് കർത്താവായ യേശു നിങ്ങളോട് സംസാരിക്കുന്നു. മറുത്തു പോകാതെ ഒരു നിമിഷം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കാമോ? ഇന്നത്തെ ഈ ദൈവാലോചന നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്റെ ജീവിതത്തിൻ്റെ അടിമത്തങ്ങളെ അവസാനിപ്പിക്കും. നിന്റെ ജീവിതത്തിൻ്റെ പ്രവാസകാലങ്ങൾക്ക് ഞാൻ അറുതി വരുത്തും. മതി നീ അടിമയായി ജീവിച്ചത്. ഉപേക്ഷിപ്പാൻ കഴിയാത്ത ലഹരിയോടുള്ള ആസക്തി, വൈകാരിക തൃഷ്ണകൾ, ജീവിതത്തിൻ്റെ അതിരുവിട്ട കോപാവേശങ്ങൾ, ജീവിതത്തിൻ്റെ നിയന്ത്രണം വിട്ട ഏതൊരു സാഹചര്യവും നമ്മെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നിയന്ത്രിപ്പാൻ കഴിയാതെ നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏത് വികാരമായാലും ഏത് ചാബല്യമായാലും ഏത് മൂർത്ത പാപാവസ്ഥയായാലും അതിൽ നിന്ന് സമ്പൂർണമായ പരിഹാരം തരാൻ യേശു മതിയായവനാണ്. അതെ, നിങ്ങളെ ഇന്ന് രാവിലെ എൻ്റെ കർത്താവ് പലതിൽ നിന്നും സ്വതന്ത്രരാക്കാൻ പോവുകയാണ്. പല വൈകല്യങ്ങളിൽ നിന്നും യേശു നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു വേളയാണിത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വളരെ ആധികാരികമായി പറയുന്നു, എൻ്റെ ജനത്തോട് പറയുക, അവരുടെ കെട്ടുപാടുകളിൽ നിന്ന് ഞാൻ അവരെ വിടുവിക്കുമെന്ന്. അവരുടെ ചങ്ങലകളെ ഞാൻ അഴിക്കും. അവർ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന തടവറകളിൽ നിന്ന് ഞാൻ അവരെ സ്വതന്ത്രരാക്കും. ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങി പൊയ്ക്കൊള്ളുവീൻ എന്ന് പറയുന്നത് എൻ്റെ ആത്മാവാണ് എന്ന് പരിശുദ്ധാത്മാവായ ദൈവം ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു. നിങ്ങളോട് ഈ തടവറകളിൽ നിന്ന് സ്വതന്ത്രരാകൂ എന്ന് പറയുവാൻ യേശു ഇന്ന് രാവിലെ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, അടിമകാലഘട്ടങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ തുടർന്നുള്ള നാളുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തോടെ
നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷങ്ങളോടും ആസ്വാദികരമായ അനുഭവങ്ങളോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ജീവിച്ചു തീർക്കുവാൻ കഴിയുമാറ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും ആരോഗ്യവും മനഃശാന്തിയും സാമ്പത്തിക അനുഭവങ്ങളും ഇന്ന് രാവിലെ തുറന്നു തരികയാണ്. ഇത് നാലും സമ്മേളിച്ചാൽ മാത്രമേ സുസ്ഥിരമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം ഒരു വ്യക്തിക്ക് അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളെ തൻ്റെ അത്ഭുതകരങ്ങളാൽ നവീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ പലതും അവർക്ക് ലഭിക്കുന്നുണ്ടെങ്കിലും, പലതും അവർ നേടുന്നുണ്ടെങ്കിലും, അവരുടെ കയ്യിൽ പണം എത്തുന്നുണ്ടെങ്കിലും, സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിലൊന്നും ആഹ്ലാദിപ്പാനും സന്തോഷിപ്പാനും സമാധാനം കൈവരിപ്പാനും കഴിയാത്ത അവരുടെ ജീവിതത്തിൻ്റെ തടങ്കൽ പാറകളിൽ നിന്ന് അനേകരെ ഇന്ന് സ്വതന്ത്രരാക്കുകയാണ്. നിങ്ങൾക്ക് ഇന്ന് വിമോചനത്തിൻ്റെ സമയമാണ്. നിങ്ങളെ ഭരിച്ചും മുടിച്ച, നിങ്ങൾക്കുമേൽ അധികാരത്തിൻ്റെ മേൽക്കോയ്മ നടപ്പിലാക്കുന്ന എല്ലാ അഹങ്കാരപൂരിതമായിരിക്കുന്ന നിയന്ത്രണങ്ങളെയും നിങ്ങളുടെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റി നുകങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട്, ചങ്ങലകളെ അഴിച്ചു കളഞ്ഞ്, തടവറകളെ ഭേദനം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പുറത്തു കൊണ്ടുവരികയാണ്. 10-16 വർഷങ്ങൾ ഒരേ അവസ്ഥയിൽ തന്നെ മാറ്റമില്ലാതെ കിടക്കുന്ന ഒരു കുടുംബം ഈ ദൈവാഹിക ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സന്തോഷം നിറയുന്നൊരു നല്ല വാർത്ത അവരുടെ കാതിൽ കേട്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം അതിശയകരമായൊരു വിടുതൽ ചെയ്യുന്നതിൻ്റെ ആനന്ദം നിങ്ങൾ കണ്ട് ദൈവത്തെ സ്തുതിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. എടുത്തെടുത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സന്തോഷം നിറഞ്ഞത് നിങ്ങൾ കേൾക്കുമെന്ന്. ആനന്ദം കൊണ്ട് നിങ്ങളുടെ ഹൃദയം പിടച്ച് വികസിക്കുന്നതിന് നിങ്ങൾ ഇന്ന് സാക്ഷികളാകുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. 16 വർഷം എടുത്തു പ്രത്യേകാൽ പറയുന്നു, 16 വർഷം കൊണ്ട് അനുഭവിക്കുന്ന ദുരിതം ഇന്ന് അവസാനിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 4.5 വർഷത്തിലധികമായി ഒരു മാറ്റവുമില്ലാതെ നിങ്ങളിരിക്കുന്ന നിങ്ങളുടെ ആ ഒരു ഇരിപ്പിടത്തിൽ, നിങ്ങളുടെ ഓഫീസിലെ ആ ചെയറിൽ, നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്തവർ പോലും നിങ്ങൾക്ക് മീതെ പ്രൊമോഷൻ ലഭിച്ചു പോയിട്ടും നിങ്ങൾ എന്നും ഇരിക്കുന്ന ആ ഒരു തസ്തികയുടെ നിങ്ങൾക്ക് അനക്കം തരാത്ത അവസ്ഥയ്ക്കും മേൽ ദൈവത്തിൻ്റെ കൈ ഇന്ന് രാവിലെ ചലിക്കാൻ പോകുകയാണ്. ഇന്ന് ഓഫീസുകളിൽ ജോലിക്കായി സന്നദ്ധരായിരുന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകലരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇരിക്കുന്ന ചെയറുകളിൽ നിന്ന് നിങ്ങൾക്ക് അടുത്ത മണ്ഡലങ്ങളിലേക്കുള്ള പ്രൊമോഷൻ നിങ്ങൾ കൊതിക്കുന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് നിങ്ങളുടെ തടസ്സങ്ങളെ തകർത്ത് കളഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ള മുന്നേറ്റവും പുരോഗതിയും ഒരു പുതിയ വരവേൽപ്പും തന്നെ ഒരുക്കാൻ പോകുകയാണ്. ചില സ്ഥലങ്ങളിൽ നിന്നുള്ള ചില ട്രാൻസ്ഫർ ഓർഡറുകൾ ഈ ആഴ്ച നിങ്ങളുടെ കൈകളിൽ ലഭിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ട ചില ക്രമീകരണങ്ങൾ ചെയ്യാൻ പോകുകയാണ്. നീ വർക്ക് ചെയ്യുന്നതിൻ്റെ വർക്ക് സ്പേസിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത സാന്നിധ്യത്താൽ ഇന്ന് വരെ കാണാത്ത ചില വൻ പ്രവൃത്തികൾ നിങ്ങളുടെ സമാധാനപരവും ആഹ്ലാദപരവുമായിരിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി നിങ്ങളെ മാനിക്കാൻ പോകുകയാണ് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ജീസസ്. ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് പുറകിൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നിന്ന് ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. വളരെ മാന്യമായി ജീവിക്കുന്ന ആ ദമ്പതികൾക്ക് ഒരു വലിയ സങ്കടമുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും മാന്യമായ ജോലിയും സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. 3 കുഞ്ഞുങ്ങളുമുണ്ട് ആ കുടുംബത്തിൽ. 3 പൈതങ്ങളെ നോക്കാൻ ജോലിക്കാരിയുമുണ്ട്. പക്ഷേ തൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നവരെല്ലാം വൈകുന്നേരം വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയാലും ഈ മാന്യ അദ്ദേഹത്തിന് മാത്രം തൻ്റെ ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം തൻ്റെ ജോലി തീരത്തില്ല. ഏറ്റവും ഒടുവിൽ ഒരു 7 മണി കഴിഞ്ഞാണ് താൻ പതിവായി തൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങാറുള്ളത്. അങ്ങനെ വീട്ടിലേക്ക് യാത്ര ചെയ്ത് വാഹനം ഓടിച്ചെത്തുമ്പോഴേക്കും അതികലശലായ ക്ഷീണമുണ്ടാകും. മേടിക്കണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് മെസ്സേജ് അയക്കുന്ന പല കാര്യങ്ങളും താൻ മേടിക്കാൻ മറന്നുപോകും. തനിക്കത് നോക്കാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ലഭിക്കാറില്ല. ഇതൊരു പതിവായപ്പോൾ ഭാര്യയൊന്നും പറയാതായി. അവർ തന്നെ വീട്ടിലേക്ക് വേണ്ടതായ ചെലവ് നടത്തുവാൻ തുടങ്ങി. അങ്ങനെ വീട്ടിലേക്ക് എന്നും വരുന്നുണ്ടെങ്കിലും താനൊരു പ്രയോജനമില്ലാത്ത ഗൃഹനാഥൻ എന്ന നിലയിലേക്ക് തൻ്റെ അവസ്ഥ തരം താഴ്ത്തപ്പെടുന്നത് അദ്ദേഹം അറിഞ്ഞു. തനിക്കത് മാറ്റിയെടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ താൻ ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന തൻ്റെ വല്ലാത്ത മാനസിക പ്രയാസങ്ങൾ നിമിത്തം തനിക്ക് തൻ്റെ ഭാര്യയോട് ഇതേക്കുറിച്ചൊന്ന് തുറന്ന് സംസാരിക്കാനോ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഒന്ന് അല്പസമയം സ്നേഹത്തോടെ ചെലവഴിക്കാനോ ഒന്നും തനിക്ക് കഴിയുമായിരുന്നില്ല.
ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് താൻ കുടുംബ പ്രാർത്ഥനയിലൂടെ പങ്കുചേരാത്തൊരു സാഹചര്യം അവിടെ പതിവായപ്പോൾ ആ കുടുംബത്തിൻ്റെ ആത്മീക അവസ്ഥ താളം തെറ്റാൻ തുടങ്ങി. കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ ഉണ്ടാകാൻ തുടങ്ങി. ആ കുടുംബം ആകമാനം ഒരു ശിഥിലമാകുന്ന നിലയിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. ഒരു ചുവരിന് കീഴിലാണ് താമസിക്കുന്നതെങ്കിലും പരസ്പരം സ്നേഹിക്കാനോ മനസ്സിലാക്കാനോ പ്രശ്നങ്ങളൊന്ന് പറയാനോ കഴിയാതെ വണ്ണം അതിതീവ്രമായ മാനസിക ക്ലേശത്തിലൂടെ കടന്നുപോയി. അങ്ങനെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി 5 പേരും കൂടെ എൻ്റെ ഓഫീസിലേക്ക് വന്നു. സംസാരിച്ചപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി. അവിടെ ആ മനുഷ്യനെ അലട്ടുന്ന പ്രശ്നം, അയാളുടെ ജോലി മേഖലയിൽ ഈ പ്രശ്നങ്ങൾ തന്നെ ബാധിക്കാൻ തുടങ്ങിയത് മുതൽ തനിക്ക് അതിവേഗം ചെയ്യാവുന്ന പല കാര്യങ്ങളും താൻ വളരെ സമയമെടുത്ത് ചെയ്യുന്ന നിലയിലേക്ക് അയാളുടെ ആ വേഗത, ജോലി ചെയ്യാനുള്ള എഫിഷ്യൻസിയെ അത് വല്ലാതെ ബാധിച്ചു. താൻ കൂട്ടുന്ന കണക്കുകൾ തെറ്റിപ്പോകാൻ തുടങ്ങി. അക്കൗണ്ടുകളൊന്നും മാച്ച് ചെയ്യപ്പെടാത്തൊരു നിലയിലേക്ക് മാറിയപ്പോൾ വല്ലാത്തൊരു പ്രഷർ തന്നെ ഓഫീസിൽ നിന്ന് അനുഭവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ആകമാനം ഒരു പ്രോബ്ലത്തിലേക്ക് താൻ നീങ്ങുകയാണ്. അങ്ങനെ ഒരു ഡോക്ടറെ കണ്ടു. ഡിപ്രഷൻ ഉള്ളതായ മെഡിസിൻ എടുക്കാൻ വേണ്ടിയൊക്കെ താൻ തീരുമാനിച്ച് കാര്യങ്ങളൊക്കെ ഏതാണ്ട് അതിൻ്റെ ഒരു ആദ്യ ഭാഗമൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് 2 കൂട്ടരും കൂടെ തീരുമാനിച്ചത്, നമുക്ക് എവിടെയെങ്കിലും പ്രാർത്ഥനയ്ക്ക് പോകാം, നമുക്ക് പോയി ഒരു പാസ്റ്ററെ കാണാം. അങ്ങനെയാണ് എൻ്റെ അടുക്കിലേക്ക് വന്നത്. ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ അകത്ത് എല്ലാ സംവിധാനങ്ങളും സുഖ സൗകര്യങ്ങളുമുണ്ട്. മാന്യമായ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നല്ല പൊസിഷനിൽ ജോലി ചെയ്യുന്ന ദമ്പതികളാണ് അവർ 2 പേരും. കുഞ്ഞുങ്ങളെ നോക്കാൻ വേലക്കാരിയുണ്ട്. പക്ഷേ കാര്യങ്ങളെല്ലാം നല്ല നിലയിലാണെങ്കിൽ പോലും ആ ഭവനത്തിൻ്റെ അകത്ത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരാനന്ദം, ഒരാഹ്ലാദം അത് മടക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. എവിടെയാണ് കൈവിടപ്പെട്ടു പോയത്? എവിടെയാണ് സ്നേഹബന്ധം ശിഥിലമായത്? പരസ്പരം ഒന്ന് കണ്ടെത്താൻ കഴിയാതെ വണ്ണം അതിൻ്റെ മേഖലകൾ കണ്ണുന്നതിൽ പോലും അവർ അന്ധരായി തീർന്നവരെ പോലെ പെരുമാറുകയാണ്. ഇത് മാറണം, ഇത് മാറണം. കയ്യിൽ വരുമാനമുണ്ടാകുമ്പോഴും ജോലി തിരക്കുകളുടെ പേരിൽ കുടുംബത്തെ 2ാം സ്ഥാനത്തേക്ക് തരം താഴ്ത്തി കളയാൻ നിർബന്ധിതമാകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടെങ്കിൽ, ജോലി നിങ്ങളെ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ആ പ്രവാസത്തിൽ നിന്ന് ഇന്ന് ദൈവം നിങ്ങൾക്കൊരു വിടുതൽ തരികയാണ്. നിങ്ങളുടെ വ്യക്തിഗതമായ കാര്യങ്ങൾ പോലും നിർവഹിപ്പാൻ നിങ്ങളെ അനുവദിക്കാതെ, നിങ്ങളുടെ കുടുംബത്തെ കൂടെ ശ്രദ്ധിപ്പാൻ കഴിയാതെ വണ്ണം നിങ്ങളെ വല്ലാത്ത സമ്മർദ്ദത്തിലാക്കുന്ന നിങ്ങളുടെ ജോലി സ്ഥലത്തെ അമിത ഭാരങ്ങൾക്ക് ദൈവത്താൽ തന്നെ ഇന്നൊരു വിടുതലുണ്ടാകും. എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഈ ജോലിപരമായ വിഷയത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കും. ഞാൻ അന്നേരം ആ കുടുംബത്തോട് എൻ്റെ പ്രാർത്ഥനയിൽ വളരെ സജീവമായി നിന്നെ കൈത്താങ്ങിയ ഒരു അമ്മയുടെ ജീവിതാനുഭവം ഞാൻ പറഞ്ഞു. ഇന്ത്യൻ ബാങ്കിൽ നല്ലൊരു പദവിയിൽ ജോലി ചെയ്യവേ ആ മാതാവ് വളരെ ദൂരത്തു നിന്നാണ് കോട്ടയത്ത് വന്ന് ജോലി ചെയ്തിട്ട് മടങ്ങിപ്പോകുന്നത്. അവർ പറഞ്ഞത് ഏറ്റവും രാവിലെ ആ പ്യൂണ് വന്ന് തുറക്കുന്ന സമയമാകുമ്പോഴേക്കും ഈ അമ്മ അവിടെ എത്തും. തൻ്റെ ക്യാബിനിലെത്തിയാൽ ബാഗ് അവിടെ വെച്ചിട്ട് അവിടെ ഇരുന്ന് ബൈബിളിലൊരു ഭാഗം താൻ വായിക്കും. എന്നിട്ട് അവിടുത്തെ ഓരോ ഉദ്യോഗസ്ഥരും ഇരിക്കുന്ന ചേംബറുകളിൽ ചെന്ന് താൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അത്രേ. അങ്ങനെ ഈ മാതാവ് ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ മറ്റൊരാൾ ചെയ്യുന്ന ഒരു പദവിയിലേക്ക് ഈ മാതാവിന് അധിക ജോലി നൽകി അവിടുത്തെ മാനേജർ ഒരു ചെറിയ പ്രതികാര നടപടി അങ്ങോട്ട് നടപ്പിലാക്കാൻ ശ്രമിച്ചു. രാത്രി 9 മണിയായാലും ആ മനുഷ്യൻ തന്നെ വീട്ടിൽ പോകാൻ കഴിയാത്ത നിലയിൽ ഒരാൾ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരു സ്ഥാനത്തേക്കാണ് ഈ മാതാവിനെ ആ ബാങ്ക് മാനേജർ മാറ്റിയത്. എന്നാൽ അവിടേക്ക് മാറി ഒരു സാധാരണ ജോലിക്കാരിയായി താൻ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും വലിയൊരു മാനേജർ പൊസിഷനിലാണ് മാതാവ് റിട്ടയർ ചെയ്തത്. പക്ഷേ ആ സാധാരണക്കാരിയായ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ താൻ ആ സ്ഥാനത്ത് ചെന്നിരുന്നിട്ട് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ തുടങ്ങി തൻ്റെ ജോലികളെ. അവിടെ ഇരുന്ന് ബൈബിളിലൊരു ഭാഗം വായിച്ചു, അല്പനേരം പ്രാർത്ഥിച്ചു. എന്നോട് ആ മാതാവ് പറഞ്ഞത്, വളരെ വേഗതയിലും ശ്രദ്ധയിലും എല്ലാറ്റിലും ഉപരി പെട്ടെന്ന് പണികൾ തീർക്കാനുള്ള പല രഹസ്യ കുറുക്കു വഴികൾ, പാറ്റേണുകൾ, ട്രിക്കുകൾ, ഐഡിയകൾ എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തി തരാൻ തുടങ്ങി. ഉച്ചയ്ക്ക് 2:35 കഴിയുമ്പോൾ ചോറൂണെല്ലാം കഴിഞ്ഞ് എല്ലാവരും അവരുടെ ക്യാബിനിലേക്ക് വന്നു കഴിയുമ്പോൾ എൻ്റെ വർക്കുകൾ 90% തീർന്നിരിക്കും. 3:30 എന്ന് പറയുന്നൊരു സമയമുണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണ്. രാത്രി 9:30 കഴിഞ്ഞാലും വീട്ടിൽ പോകാൻ കഴിയാത്തൊരു മനുഷ്യൻ അവിടെ ഇരുന്ന് ജോലി ചെയ്തായിരുന്ന അതേ സ്ഥലത്ത് അതേ തൊഴിൽ ഞാൻ ചെയ്യുമ്പോൾ
ആ പ്രോബ്ലങ്ങൾ എങ്ങനെയാണ് ഞാൻ ഇത്ര പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്നതെന്നുള്ളതായൊരു ചോദ്യം അവിടെ എല്ലാവരുടെ ഇടയിലും സംസാര വിഷയമായി. പക്ഷേ അതിൻ്റെ ഉത്തരം കർത്താവിനെ സഹായിക്കാൻ കൂടെ ഉണ്ട് എന്നുള്ള സാക്ഷ്യമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചില ജോലികൾ നമ്മളെ അടിമപ്പെടുത്തുമ്പോൾ തിരിച്ചറിയണം, ആ അടിമത്തത്തിൽ നിന്ന്, ആ പ്രവാസത്തിൽ നിന്ന് വിടുതൽ തരാൻ യേശു മതിയായവനാണ്. അമിതമായ ജോലി ഭാരങ്ങളാൽ നിങ്ങൾ വലയുകയാണോ? കർത്താവിൻ്റെ സ്വാതന്ത്ര്യം ഇന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയുന്നു, ആസ്വദിക്കാൻ കഴിയാത്ത നിലയിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് വേദനയും പിരിമുറുക്കവുമാണ് സമ്മാനിക്കുന്നതെങ്കിൽ അതിൻ്റെ മേൽ ഇന്ന് ഒരു വിടുതൽ നടക്കുകയാണ്. 2, ജോലിയുടെ അമിത സമ്മർദ്ദം നിമിത്തം നിങ്ങൾ അനുഭവിക്കുന്ന ചില പ്രവാസത്തിൽ പോലെയുള്ള ചില വല്ലാത്ത വൈഷമ്യങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവ് വിടുതൽ നൽകുന്നു. ജെറമിയ 29:14 ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഒരു അടിമത്തത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ ജോലി ചെയ്യും, വളരെ കഷ്ടപ്പെടും, പക്ഷെ അയാൾക്ക് ലഭിക്കുന്ന ശമ്പളം വളരെ തുച്ഛമായിരിക്കും. കുടുംബമായിട്ട് അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണെങ്കിൽ അവിടെ ഒരു ദാമ്പത്യ ജീവിതം പലപ്പോഴും സാധ്യമാകത്തില്ല. ജോലിയുണ്ടോ? ഉണ്ട്. നല്ല പൊസിഷനിലാണോ? അതെ. എന്താ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം? പാസ്റ്ററേ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ഞങ്ങൾക്കിന്ന് വരെയും ഒരു വീട്ടിൽ, ഒരു സ്ഥലത്ത് ഒരുമിച്ച് കഴിഞ്ഞുകൂടാൻ സാധിച്ചിട്ടില്ല. ഒരു വെക്കേഷന് വരുമ്പോൾ കുറച്ച് ദിവസം ഞങ്ങൾ കാണും, പക്ഷേ ഞങ്ങൾക്കിന്ന് വരെയും ഒരു രാജ്യത്ത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊരു പ്രവാസമാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ നിങ്ങളെ വിടാതെ ജോലി സമ്മർദ്ദങ്ങളുടെയും ഉപജീവനത്തിൻ്റെയും ആധിക്യം നിമിത്തം നിങ്ങളുടെ പരസ്പരം ചേർന്ന് ജീവിക്കേണ്ട നല്ല കാലങ്ങളെ കവർന്നെടുക്കുന്ന നിങ്ങളുടെ തൊഴിലിടങ്ങളിലെ അമിതമായ ജോലി ഭാരവും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത നിലയിലുള്ളതായ എല്ലാ തടസ്സങ്ങളും തകരേണ്ടതായിട്ടുണ്ട്. പലകുറി ചില മത്സര പരീക്ഷകൾ എഴുതിയെങ്കിലും വിദേശത്തേക്ക് പോകാൻ കഴിയാതെ നാട്ടിൽ തന്നെ തളച്ചിടപ്പെട്ട പലരുടെയും ജീവിതത്തിൽ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഫലമായി വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ നാളുകളിൽ കണ്ടു, ഈ ദിനങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ട് ദൈവദാസനെ, പക്ഷേ ഭർത്താവ് ഇന്ന സ്ഥലത്തും ഭാര്യ ഇന്ന സ്ഥലത്തുമാണ്, ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്താണ്, ഞങ്ങൾക്കതിന് കഴിയുന്നില്ല. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ശ്രദ്ധിച്ച് കേട്ടോളുക, ഈ പ്രവാസത്തിൻ്റെ കുരുക്ക് ഞാൻ അഴിക്കാൻ പോകുകയാണ്. അധികം വൈകും മുമ്പേ ഒരുമിച്ച് ജീവിപ്പാൻ, സന്തോഷത്തോടെ ഒന്നു ചേർന്ന് മുന്നോട്ട് പോകാൻ കർത്താവ് നിങ്ങൾക്കൊരവസരം ഒരുക്കുകയാണ്. ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ദൈവം അതിൻ്റെ മേൽ നിങ്ങൾക്ക് വിടുതലൊരുക്കും. എനിക്കറിയാവുന്ന ഒരു കുടുംബം കോട്ടയം ജില്ലയുടെ ഹൃദയഭാഗത്തായിട്ട് അവർ താമസിക്കുന്നു. നല്ലൊരു സാമ്പത്തിക അടിത്തറയുണ്ട്. ഭാര്യയും ഭർത്താവും നല്ല നിലയിൽ നല്ല കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുള്ളവരാണ്. വിവാഹം കഴിഞ്ഞു, പക്ഷേ കുഞ്ഞുങ്ങളെ അലട്ടുന്ന രോഗം നിമിത്തം ഇന്ന് വരെയും അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരു സന്തോഷ നിമിഷമുണ്ടായിട്ടില്ല. 2 കുഞ്ഞുങ്ങളുണ്ട്. പെൺകുഞ്ഞിൻ്റെ രോഗം ഒഴിയുമ്പോൾ ആൺകുട്ടിക്ക് രോഗം വരും. ആൺകുഞ്ഞിനെ കൊണ്ട് ചികിത്സിച്ചൊന്ന് ഭേദമായി മടങ്ങിയെത്തുമ്പോഴേക്കും പെൺകുട്ടിയുടെ രോഗം മൂർച്ഛിക്കും. ഇങ്ങനെ കുഞ്ഞുങ്ങളെ രോഗങ്ങളിട്ട് അലട്ടി കുടുംബജീവിതത്തിൻ്റെ സന്തോഷം താറുമാറാക്കുന്ന, ജീവിതത്തിൻ്റെ സമ്പത്തിനെ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന, സ്വസ്ഥത തലമുറകൾ ആസ്വദിക്കാനും സന്തോഷിക്കാനും അവരുടെ കളിചിരികൾ കണ്ട് മനസ്സ് തണുക്കാനുമൊക്കെയാണ് ദൈവം നമുക്ക് തലമുറകളെ നൽകുന്നത്. അതിനൊപ്പം നമ്മുടെ പിന്മുറക്കാരെന്നുള്ള നിലയിൽ ദൈവത്തിൻ്റെ സംസ്കാരം പേറി വരുന്ന ഓരോ തലമുറയും നമ്മളുടെ കുടുംബത്തിൻ്റെ ആത്മാഭിമാനത്തെ വരും ഭാവിയിലേക്ക് പിന്തുടർച്ചയായി കൊണ്ടുപോകേണ്ടവരാണ്. അവർ ആരോഗ്യവാന്മാരായിരിക്കണം, അവർ മിടുക്കരായിരിക്കണം. അവർക്ക് ബുദ്ധിമാന്ദ്യമോ ശാരീരിക ക്ലേശമോ ഏതെങ്കിലും ശാരീരിക ക്ഷമതയില്ലായ്മയോ വന്നു ഭവിക്കുന്ന പക്ഷം ഒരു കുടുംബത്തിൻ്റെ എല്ലാ സന്തോഷവുമാണ് അവിടെ ശിഥിലമാകുന്നത്. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ തൊടുന്ന ചില രോഗത്തിൻ്റെ ശക്തികളെ കർത്താവ് ഇന്ന് ശാസിക്കാൻ പോകുകയാണ്. ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പറയാം, ചില തലമുറകൾ സംസാരിക്കും ഇന്ന് പകൽ. ചില കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമാന്ദ്യം പോലെയുള്ള അവസ്ഥകൾക്ക്
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രാർത്ഥനയുടെ നടുവിൽ ഒരു സൗഖ്യം തരും. 3, ചില കുഞ്ഞുങ്ങളെ ബാധിച്ചിരിക്കുന്ന ഓട്ടിസം പോലെയുള്ള വിഷയങ്ങൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സൗഖ്യശക്തിയുണ്ട്. 4, നടക്കാത്ത, എഴുന്നേറ്റിരിക്കാത്ത, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തിയില്ലാത്ത ചില തലമുറകൾക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമാറ് ഒരു ശാരീരിക പ്രാപ്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. നിങ്ങളുടെ ഭവനത്തിലെ നിങ്ങളുടെ തലമുറയെ തൊട്ടു പ്രാർത്ഥിക്കുക. റാഫിൽ ബറഹ ദരഷേ ദിൽഖമാനിയ ഉഠരവന രഗസ്മനാധിയ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തുറക്കുന്ന സ്വൈര്യതയുടെയും സമാധാനത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നല്ല നിമിഷങ്ങൾ അനുഭവിപ്പാൻ കഴിയാതെ ജീവിതം കണ്ണുനീരും കയ്പും തടവറകളും ചങ്ങലകളും മാത്രമാക്കി തീർത്തുകൊണ്ട് അതിനുമീതെ വാഴ്ച നടത്തുന്ന എല്ലാവിധമായ ദുര്യോഗങ്ങളുടെയും ദുരന്തങ്ങളുടെയും തേർവാഴ്ചകളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് ദൈവിക സ്വാതന്ത്ര്യം അവിടെ കൽപ്പിച്ച് അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത ഒരു പുതിയ സ്വാതന്ത്ര്യത്തെ അനുവദിച്ചു നൽകി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ കരം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീട്ടുന്നതിനായിട്ട് സ്തോത്രം. ചില കുഞ്ഞുങ്ങൾ സൗഖ്യമാകുന്നതിനായിട്ട് സ്തോത്രം. Glory to Jesus, 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 glory to Jesus. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് കോട്ടയത്തെ നെടുങ്കുന്നം കങ്ങഴ ആ ഒരു റീജിയനിൽ ഒരു കുടുംബത്തിൻ്റെ അകത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ സങ്കടത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൃത്യമായൊരു പരിഹാരം നൽകുന്ന കാഴ്ച കാണുന്നു. യേശു എന്നോടത് കൃത്യമായി ആ ഒരു വിഷയം എടുത്തു കാണിച്ചതിനാലാണ് ഞാൻ നിങ്ങളോടത് പ്രത്യേകാലകന പറയുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ സ്വീകരിക്കുക. ഈ പറയപ്പെടുന്ന പ്രദേശത്തൊരു വൃത്തം വരച്ചാൽ അതിനുള്ളിൽ വസിക്കുന്ന അതിൻ്റെ ആ ഒരു സറൗണ്ടിങ്ങിലുള്ള ഒരു കുടുംബത്തിനകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നടക്കുന്നു. ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങയുടെ മക്കളുടെ ജീവിതാവസ്ഥയെ ദൈവം തൊടുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ്യ. വിദേശത്ത് ഒരു ജിംനേഷ്യവുമായി ബന്ധപ്പെട്ട് ഒരു വല്ലാത്ത ചില വിഷയങ്ങളെ ഫേസ് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന ഒരു കുടുംബത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ഭുതകരമാവണ്ണം നിങ്ങളുടെ സങ്കടങ്ങളെ തീർത്ത് നിങ്ങൾക്ക് വേണ്ടി അതിശയം സൃഷ്ടിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ദർശിക്കുന്നു. എല്ലാ നൊമ്പരങ്ങളും മാറട്ടെ കർത്താവേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയിടത്ത് ഹല്ലേലൂയ. ചില കുടുംബങ്ങൾ ശിഥിലമായി പോയി എന്ന് പദം പറഞ്ഞ് കരയുന്ന ചിലർക്ക് വേണ്ടി അതിൻ്റെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ ജീവിതാനുഭവങ്ങളെ ദൈവം കൂട്ടിച്ചേർത്ത് നൽകുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ വിട്ടുകൊടുത്താൽ യേശു നിങ്ങളുടെ ജീവിതത്തെ അത്ഭുതമാക്കി തീർക്കും. ഒന്ന് സമർപ്പിച്ചേ. കർത്താവായ യേശുവേ, അങ്ങയുടെ കൈകളിലേക്ക് ഈ പ്രിയപ്പെട്ടവരെ ഞാൻ സമർപ്പിക്കുകയാണപ്പാ. യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് ഈ നിമിഷം കർത്താവേ, ദൈവകൃപയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ്യ. അതിശയങ്ങൾ നടക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളിൽ ചില ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്ത് അടുത്ത പ്രതീക്ഷയെ നോക്കി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന വലിയ വിടുതലിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ആകമാനം ഒരു മാറ്റം അനേക കുടുംബങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപാട് പേരുടെ കണ്ണുനീരിനെ തുടച്ച് ആശ്വാസം പകർന്ന് ഉയർത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. എല്ലാ കെടുതികളും നിന്ദകളും മാറട്ടെ. ഒരു വലിയ വിടുതൽ കർത്താവ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഒരു വാഹനാപകടത്തിൽ, ഒരു ഓട്ടോറിക്ഷ അപകടത്തിൽ കാലിന് ശക്തമായ നിലയിൽ അതിതീവ്രമാവണ്ണമുള്ളതായ ഡാമേജ് ഉണ്ടായി. ഇനി ആ കാലുകൊണ്ട് എഴുന്നേറ്റ് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല എന്നുള്ള നിലയിൽ ഒരു ബെഡിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ആ സഹോദരൻ്റെ കാലിൻ്റെ മുട്ടിന് തൊട്ട് പിന്നിലെ മസിലുകൾ, അതിന്മേൽ നിങ്ങളിപ്പോൾ ഈ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായ
ഒരു ചൂട് അനുഭവപ്പെടുകയും നിങ്ങൾ തരിപ്പനുഭവിക്കുന്നത് പോലെ നിങ്ങളുടെ ആ കാലിൻ്റെ ആ മസിൽ പോർഷനിൽ ദൈവത്തിൻ്റെ ശക്തി കൃത്യമായി നിങ്ങളെ തൊടുന്നൊരു അനുഭവം നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുകയും ഒരു അത്ഭുത വിടുതൽ നിങ്ങളുടെ മേൽ നടക്കുകയും ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. യേശുവേ തൊടണമേ. ഒരുപാട് പേർ ഇപ്പോൾ പ്രാർത്ഥനയുടെ ആയിരിക്കുന്നു. അങ്ങ് തൊടണമേ. അങ്ങയുടെ സ്പർശനം ഇന്നുണ്ടാകണമേ കർത്താവേ. ഇപ്പോൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ട് മുട്ടുമടക്കി ഈ നിമിഷം പ്രാർത്ഥിക്കുന്ന ഇവരെ തൊട്ട് പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വലിയ വിടുതൽ നടക്കുന്നതിനായിട്ട് സ്തോത്രം. അത്ഭുതകരമായ സാക്ഷ്യങ്ങളെ ദൈവം കൽപ്പിക്കും. ഞാൻ നിങ്ങളുടെ പ്രവാസത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഈ ദൈവാലോചനയ്ക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. യാഥാർത്ഥമായ വിമോചനം കാൽവറി ക്രൂശിൽ നമ്മുടെ കർത്താവ് നമുക്കൊരുക്കി. പാപമാണ് ഏറ്റവും വലിയ പ്രവാസം. പാപത്തിൽ നിന്നുള്ളതായ രക്ഷയാണ് യേശു നൽകിയ ഏറ്റവും വലിയ ഡെലിവറൻസ്. സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾ അനുഭവിക്കുന്ന ഏത് ദുരിതത്തിൽ നിന്നും നിങ്ങളെ കരകയറ്റുന്ന യഥാർത്ഥ രക്ഷകനാണ് യേശു എന്ന സത്യം നിങ്ങൾക്ക് അറിയാമല്ലോ. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഞാൻ നിങ്ങളുടെ പ്രവാസങ്ങളെ മാറ്റും. നാളെ നാം ഒരുമിച്ച് കാണുന്നവരെയും കർത്താവായ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നമുക്കൊരുമിച്ചായിരിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.